ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് ലോസിന് പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ റാഗിപ്പൊടി ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയേക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമ്മളുടെ ഈ പാത്രം നമുക്കതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുറുക്കി കൊടുക്കാം. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കത് കുറുക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്കത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് നമ്മളുടെ ലഞ്ചിലും ഉൾപ്പെടുത്താവുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത്. അത്യാവശ്യം വയറ് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ട് പെട്ടെന്ന് വിശക്കൊന്നും ചെയ്യാതെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങളിത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നില്ലെങ്കിൽ മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ, ഇതിലേതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ റാഗിയുടെ കൂട്ട് ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റാണ്. ഞാനിതിപ്പോൾ തയ്യാറാക്കുന്നത് ഒരാൾക്ക് കുടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ്. അപ്പോൾ എനിക്കിതിൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ സൈസ് കുറച്ച് വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതേ ചൂടുവെള്ളത്തിലോട്ട്, അതായത് ക്യാരറ്റ് വേവിച്ചിട്ടുള്ള അതേ ചൂടുവെള്ളത്തിലോട്ട് ഞാൻ ഡേറ്റ്സും കൂടി സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. കുരുവൊക്കെ മാറ്റി കളഞ്ഞിട്ട് ഡേറ്റ്സ് ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ചിയാ സീഡാണ്. ഈ ചിയാ സീഡ് നമ്മളുടെ വെയിറ്റ് ലോസിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. വളരെ യൂസ്ഫുള്ളാണ് നമ്മളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഒരുപാട് സഹായിക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് കേട്ടോ. ഒരുപാട് ന്യൂട്രീഷൻ ഫില്ലിങ്ങും ഒരുപാട് ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് 10 മിനിറ്റ് കൊണ്ട് അത് സോക്കായി കിട്ടും. ഇനി നമ്മൾ സ്മൂത്തി തയ്യാറാക്കുന്ന ഒരു ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും ഡേറ്റ്സും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ള റാഗി അത് കൂട്ടും കൂടി നമുക്കത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ആ പാത്രത്തിൽ നിന്ന് തുടച്ച് മാറ്റിയിട്ട് നമ്മളുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഫ്ലാക്സ് സീഡ് നമ്മളുടെ വെയിറ്റ് ലോസിൽ വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊന്നും അധികം റേറ്റൊന്നുമില്ല. പിന്നെ ഇത് ഫ്ലാക്സ് സീഡ് പൗഡറാണ്. ഇത് പൗഡറാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്തിൽ നിങ്ങൾക്ക് ആൽമണ്ട്സ് ഒരു 3 എണ്ണം അല്ലെങ്കിൽ 2 കാഷ്യൂസ് അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് പ്ലെയിനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുടിച്ചാൽ തന്നെ പെട്ടെന്ന് നമുക്ക് വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ചിയാ സീഡ് കുതിർത്തത് ഡയറക്റ്റ്ലി മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്താലും മതിയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കുടിക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ഒരു കടിക്കാൻ കിട്ടുന്ന ഒരു ഇത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് മൊത്തമായിട്ടും നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മളെ വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. പിന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക.